മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല രുചിയാണ്. ഏത് മീനായാലും ഈ രീതിയിൽ കറി ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. എന്തായാലും മൺചട്ടിയിൽ മീൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് മൺചട്ടിയിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. എന്നിട്ട് കടുകിട്ട് പൊട്ടിയ ശേഷം ഉലുവ ചേർക്കാം. നല്ല മണം വരുമ്പോൾ 10 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതും ചേർക്കാം. എന്നിട്ട് വഴറ്റാം. ഈ സമയം അരപ്പിനായി 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 കപ്പ് ചെറിയ ഉള്ളി ചേർക്കാം. ഇത്രയും കൂടുതൽ കൊച്ചുള്ളി ചേർക്കുന്നതാണ് ഈ മീൻ കറിയുടെ രുചി. കൂടെ 2 പച്ചമുളകും പിന്നെ എരിവിനനുസരിച്ച് ഉണക്കമുളകും 1 സ്പൂൺ മല്ലിയും ചേർത്ത് വഴറ്റാം. ഉള്ളിയുടെ നിറം ചെറുതായി ഒന്ന് മാറി നല്ല മണം വരുന്നതാണ് പാകം. വഴറ്റുമ്പോഴേ നല്ല മണമാണ്. ഈ സമയം 2 ടൊമാറ്റോയും ചേർക്കാം. വീണ്ടും വഴറ്റണം. ഇതെല്ലാം ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ് കിട്ടുക. പാകത്തിന് വഴറ്റിയ ഈ കൂട്ട് തണുക്കാനായി മാറ്റിവെക്കാം. നന്നായി തണുത്തതിന് ശേഷം അരയ്ക്കണം. എന്നിട്ട് വഴറ്റിയ ഇഞ്ചി വെളുത്തുള്ളി കൂട്ടിലേക്ക് ചേർക്കാം. വീണ്ടും വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. 1 നെല്ലിക്ക വലിപ്പം പുളിയുടെ വെള്ളവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ സമയം ചേർക്കണം. ഈ ഗ്രേവി ഇങ്ങനെ തിളച്ച് കുറുകി വരുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. ഇത് അയല മീനാണ്. 1/2 kg ഉണ്ട്. അയല മീൻ മാത്രമല്ല, ഏത് മീനും ഇങ്ങനെ കറി ഉണ്ടാക്കാം. എത്ര കഴിച്ചാലും മതി വരാത്ത രുചിയാണ് ഈ മീൻ കറിയുടെ ഗ്രേവിക്ക്. നിറയെ കറിവേപ്പിലയും ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ച് ചെറുതീയിൽ കുക്ക് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ മീൻ കറിക്ക് അസാധ്യ രുചിയാണ്. വെളിച്ചെണ്ണ, കൊച്ചുള്ളി, കറിവേപ്പില കൂടെ മീനും ചേരുമ്പോഴാണ് ഈ കറിക്ക് ഇത്രയും രുചി വരുന്നത്. പിന്നെ ഉണ്ടാക്കി വെച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം കഴിക്കുമ്പോൾ ഇനിയും രുചി കൂടും.